2024 ഒക്ടോബർ 18 ബോസ്റ്റണിൽ നടന്ന കോൾപ്ലേ ബാൻഡിന്റെ സംഗീത പരിപാടിക്കിടെ ആസ്ട്രോണമർ സിഇഒ ആന്റി ബൈറോണും HR ചീഫ് ക്രിസ്റ്റീൻ കബോട്ടും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. വിവാഹിതനായ ആന്റി ബൈറോൺ കമ്പനിയിലെ HR മേധാവി ക്രിസ്റ്റീൻ കബോട്ടുമായി അടുത്തിടപഴകുന്നത് കിസ് ക്യാമിൽ പതിഞ്ഞതാണ് വിവാദത്തിന് കാരണമായത്. സംഗീത ബാൻഡിന്റെ പ്രധാന ഗായകൻ ക്രിസ് മാർട്ടിൻ ഈ രണ്ടുപേരെ നോക്കൂ എന്ന് പറഞ്ഞ് ഇവരെ ചൂണ്ടിക്കാട്ടിയതോടെയാണ് രംഗം കൂടുതൽ നാടകീയമായത്. പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്ന ഇരുവരുടെയും നേർക്ക് ക്യാമറ തിരിഞ്ഞപ്പോൾ ഞെട്ടിയ ആന്റി ബൈറോൺ പെട്ടെന്ന് പിന്നിലേക്ക് ഒളിച്ചു. ക്രിസ്റ്റീൻ ആകട്ടെ മുഖം കൈകൊണ്ട് മറച്ചു. അപ്രതീക്ഷിതമായ ഈ ശ്രദ്ധ ഇരുവർക്കും അസ്വസ്ഥതയുണ്ടാക്കുകയും അവരുടെ അടുപ്പമുള്ള നിമിഷം പരിഭ്രാന്തമായ ഒരു ഒളിച്ചോട്ടമായി മാറ്റുകയും ചെയ്തു. ഈ ഒരു വീഡിയോ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരം നേടിയിട്ടുണ്ട്. പലരും ബൈറണിന്റെ ഭാര്യയോട് സഹതാപം പ്രകടിപ്പിച്ച് പോസ്റ്റുകൾ ഇട്ടു. ചിലർ പൊതുസ്ഥലത്ത് അവരുടെ സംശയാസ്പദമായ പെരുമാറ്റത്തെ ചോദ്യം ചെയ്തു. ഇനി ആരാണ് ഈ ആന്റി ബൈറോൺ? ആസ്ട്രോണമർ എന്ന ഡേറ്റ സോഫ്റ്റ്വെയർ കമ്പനിയുടെ സിഇഒ ആണ് ആന്റി ബൈറോൺ. ഏകദേശം $1.3 ബില്യൺ മൂല്യമുള്ള കമ്പനിയായാണ് ആസ്ട്രോണമർ കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അനുസരിച്ച് 2019 മുതൽ 2022 വരെ ലേസ് വർക്കിന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം പിന്നീട് കുറച്ചുകാലം കമ്പനിയുടെ ഉപദേശകനായും പ്രവർത്തിച്ചു. 2017 മുതൽ 2019 വരെ സൈബറീസിന്റെ ചീഫ് റവന്യൂ ഓഫീസറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ഫ്യൂസിന്റെ പ്രസിഡന്റായും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും സേവനമനുഷ്ഠിച്ചു. വെരിസെന്റർ, BMC സോഫ്റ്റ്വെയർ എന്നിവിടങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മെഗൻ കെറിഗിനെയാണ് ആന്റി ബൈറോൺ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇവർക്ക് 2 കുട്ടികളുണ്ട്. ന്യൂയോർക്കിലാണ് കുടുംബം താമസിക്കുന്നത്. ഇനി ആരാണ് ക്രിസ്റ്റീൻ കബോട്ട്? ക്രിസ്റ്റീൻ കബോട്ട് 2024 നവംബറിൽ ആസ്ട്രോണമറിൽ ചീഫ് പീപ്പിൾ ഓഫീസറായി ചേർന്നു. HR ഓപ്പറേഷൻസ്, കൾച്ചർ സ്ട്രാറ്റജി, എംപ്ലോയി ഡെവലപ്മെന്റ് എന്നിവയ്ക്ക് ഇവർ നേതൃത്വം നൽകുന്നു. ആളുകളെയും ബിസിനസ് ലക്ഷ്യങ്ങളെയും വിന്യസിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു തന്ത്രപരമായ HR നേതാവായിട്ടാണ് കബോട്ട് സ്വയം വിശേഷിപ്പിക്കുന്നത്. ആസ്ട്രോണമറിലെ ഈ പൊസിഷന് മുമ്പ് ക്രിസ്റ്റീൻ Neo4j, പ്രൂഫ് പോയിന്റ്, ഒബ്സർവൈറ്റി എന്നിവിടങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. ബിസിനസ്, അഡ്വർടൈസ്മെന്റ് പ്രവർത്തനങ്ങൾ എന്നിവയിൽ അവർക്ക് പശ്ചാത്തലമുണ്ട്. കബോട്ട് ബോസ്റ്റണിലാണ് താമസിക്കുന്നത്. HR ഉപകരണങ്ങൾ, കരിയർ പാത്തിംഗ്, വൈവിധ്യ നിയമനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ സജീവമാണ്. ഗേറ്റ്സ്ബർഗ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ അവർ ജീവനക്കാരുടെ ഇടപെടൽ മെച്ചപ്പെടുത്തുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. ആസ്ട്രോണമേഴ്സിന്റെ എക്സിക്യൂട്ടീവ് ടീമിൽ ആന്റി ബൈറൺ, ക്രിസ്റ്റീൻ കബോട്ട് എന്നിവരും ഉൾപ്പെടുന്നു. ഇപ്പോൾ ഈ ഒരു ജോഡി പൊതുജന ശ്രദ്ധയിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ ജോലിസ്ഥലത്തെ അതിരുകൾ, HR എത്തിക്സ്, കോർപ്പറേറ്റ് നേതൃത്വം എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. എന്തായാലും സംഭവത്തെക്കുറിച്ചോ ഏതെങ്കിലും ആന്തരിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ആസ്ട്രോണമർ ഔദ്യോഗികമായ അഭിപ്രായങ്ങളൊന്നും ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ഈ ഒരു വീഡിയോയും അതിന്റെ പശ്ചാത്തലവും വൈറലായിട്ടും ഒരു അവിഹിത ബന്ധത്തിന്റെ സ്ഥിരീകരിച്ച തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും കോർപ്പറേറ്റ് പരിസ്ഥിതികളിലെ പ്രൊഫഷണലിസത്തെക്കുറിച്ചും ഡിജിറ്റൽ യുഗത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ചും വീഡിയോ വ്യാപകമായ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്.